ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സാജിദ സാജിയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നതുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ഇന്നലെ നമ്മൾ പുറത്തുവിടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി നല്ല നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ കമൻറ്റുകളും എല്ലാം തന്നെ നമുക്ക് ലഭിക്കുകയുണ്ടായി. എന്നാൽ ആ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് സാജി തന്നെ മറ്റൊരു ചാനലിൽ വന്ന് വെളിപ്പെടുത്തുന്നത് ഇന്നലെ കണ്ടു. തീർച്ചയായിട്ടും അത് നമുക്ക് സാജിദയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തെ കല്യാണം കഴിച്ചില്ല, എന്തുകൊണ്ട് അദ്ദേഹത്തെ കബളിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു വൃത്തികെട്ട ക്യാരക്ടറാണ് എന്നും അദ്ദേഹത്തെ കല്യാണം കഴിച്ചാൽ തനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകാൻ വേണ്ടി പറ്റില്ല എന്നും തൻ്റെ മക്കൾ അതിന് എതിരാണ് എന്നും അതുകൊണ്ടാണ് താൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കാതെ മാറിയത് എന്നാണ് പറയുന്നത്. അദ്ദേഹം തന്ന പൈസയ്ക്ക് താൻ മഹർ എടുത്തിരുന്നു എന്നും. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് സാജിദിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അടുത്ത് ഞാൻ പൈസന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇയാൾ അത് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടു. സംഭവം ഇത് പേഴ്സണലായിട്ട് സംസാരിക്കേണ്ട സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഇയാളാണ്. അപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ ഞാൻ അതിനെ കുറിച്ച് ചെയ്തു. എൻ്റെ ചാനലിൽ ഈ റൌഫ് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ഈ റൌഫ് ആരാണ്, റൌഫ് ആരാണ്. അപ്പൊ ഞാൻ റൌഫിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് സംഭവം ഇങ്ങനെയാണ്. ഇതാണ് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ തരിക പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. കാരണം ഇങ്ങനെയാണ് പൈസ തന്നത്, അതിന് ഗോൾഡ് മേടിക്കുക അതൊക്കെ പറഞ്ഞിട്ടാണ് പൈസ തന്നത്. ഞാൻ ഗോൾഡ് മേടിച്ചിട്ടുണ്ട്, ഞാൻ മേടിച്ചിട്ടില്ല, അറിയാം, മെഹറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇയാൾ തന്ന പൈസ ഞാൻ തിരിമറി ചെയ്തിരിക്കുകയാണ്. എൻ്റെ പൈസയും കൊണ്ടാണ് ഞാൻ ഗോൾഡ് മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഇയാളുടെ പൈസ ഞാൻ തിരിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഡേറ്റും അയാൾക്ക് ഞാൻ വോയിസ് അയച്ചതിലുണ്ട്. അയാൾക്ക് കോള് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് എടുത്ത് നോക്കി അറിയാം ഞാൻ ഇന്ന തീയതിക്ക് പൈസ കൊടുക്കാം. പക്ഷെ ഇയാൾ ഇങ്ങനെ ഫോട്ടോ മോർഫ് ചെയ്തിടും. അതുപോലെ നിന്നെ ഞാൻ കേസ് കൊടുക്കും, കേസിൽ കൊടുക്കും എന്നൊക്കെ, നാട്ടിൽ വന്ന് നിന്നെ കേസിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നീ കിട്ടുന്ന വഴി നോക്കിക്കോ, പൈസ നീ കേസ് കൊടുക്കാൻ പോവല്ല, എന്തായാലും ആ വഴി നീ പൈസ വേണമെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ അടുത്ത് ഞാൻ പൈസന്റെ കാര്യത്തിൽ ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സൈക്കോ ക്യാരക്ടറിനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പോൾ ഈ യൂട്യൂബ് കാര്യങ്ങൾ വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളും ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരാൾ വന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മക്കൾക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് പിന്നെയും കൂടുതൽ പ്രശ്നങ്ങളായി തീരുള്ളൂ. അതുകൊണ്ട് ഞാൻ അതോടെ സ്റ്റോപ്പ് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ അയാൾക്കത് കൂടുതൽ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കത് ഭയങ്കര പ്രശ്നമായി. അപ്പൊ അയാൾ എന്നെ ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വോയിസും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. പക്ഷെ അയാളെ പോലെ ഞാനും അത് എടുത്തിടാനുള്ള ഒരു സംഭവത്തിന് നിൽക്കണില്ല എന്ന് മാത്രം. ഞാൻ ഒഴിവാക്കിയിരിക്കുമ്പോൾ അത് ആരുടെ പേരാണ്? ഇതിൽ ഷർഫലിന്റെ പേര് തന്നെ. ഞാൻ അവന്റെ പേര് അടിച്ചു തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? അത് അവന്റെ പേര് അടിക്കാന്ന് പറഞ്ഞാൽ അത് എന്റെ ഇഷ്ടത്തിന് അടിച്ചതാണ്. അവന്റെ പേര് അടിച്ചിട്ട് ഒരു മെഹർ ഇടണമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ അങ്ങനെ ഇട്ടതാണ്. അല്ലാണ്ട് ഇപ്പൊ എനിക്കത് അവൻ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ അവൻ ഇട്ട മെഹറോ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ഇടുമ്പം പല ആൾക്കാരും ചോദിക്കാമായിരിക്കും വിവാഹം കഴിയാതെ മറ്റൊരാളുടെ പേരും വെച്ചിട്ട് ഒരു മഹറിട്ടോണ്ട് നടക്കാൻ അങ്ങനെയൊക്കെ ചോദിക്കായിരിക്കും. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഞാനൊരു എന്താ പറയാ ഒരു സേഫ്റ്റി ആയിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഒരു മെഹർ എന്ന് പറഞ്ഞ സംഭവം എല്ലാവരുടെ വായിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ അവന്റെ പേരടിക്കുക പറഞ്ഞാല് അവൻ എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തി. പിന്നെ അവനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ സംഭവങ്ങളും. ഇപ്പൊ ഈ റൌഫിനടക്കം അവനായിട്ട് ഞാൻ ഷെയർ ചെയ്ത സംഭവമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവന്റെ പേര് അടിക്കാൻ കാരണം മെയിനായിട്ട്. അല്ല, ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അപ്പം വെറുതെ ഒരു പേര് വെച്ച് മെഹറിട്ട് നടന്നു കഴിഞ്ഞാല് സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ടും സേഫ് ആയിട്ട് നടക്കാൻ പറ്റും എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി അല്ലേ ശരിക്കും? അല്ല, സോഷ്യൽ മീഡിയയിൽ എനിക്കിപ്പോ അത് ഇന്ന ആളിനെ കാണിച്ചപ്പോ ഇത് എനിക്കിപ്പോ വേണമെങ്കിൽ നോണ പറയാം, ഈ പേര് എന്റെ പേര് അടിച്ചിട്ടിരിക്കണെന്ന് എനിക്ക് നോണ പറയാം. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പൊ എത്ര കുട്ടികൾ ഇപ്പോ മോതിരത്തിലായാലും വേറുള്ളതിലായാലും പേരടിച്ചിട്ട് കഴുത്തിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ കരുതിയതല്ല. ഇപ്പൊ മെഹറിൽ തന്നെ അടിച്ചിട്ടിരുന്നോ, ഒരു ലോക്കറ്റ് ചെയിനും വാങ്ങിയിട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ ബാങ്കിൽ വന്ന പൈസയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ എന്ന നിലക്കാണ് ഷാജി മാധ്യമങ്ങളോട് ഇത് തുറന്ന് സംസാരിക്കാൻ വേണ്ടി തയ്യാറായത്. അദ്ദേഹം പറയുന്നു, പണം വന്നിട്ടുണ്ട് എന്നും താൻ പൊന്ന് വാങ്ങിയിട്ടുണ്ട് എന്നും, എന്നാൽ അത് മഹർ വാങ്ങിയത് തൻ്റെ പൈസക്കാണ്, അദ്ദേഹത്തിൻ്റെ പൈസ എടുത്തല്ല എന്നും, ആ പൈസ തിരിച്ചു കൊടുക്കാൻ താൻ സന്നദ്ധരായിരുന്നു എന്നും, എന്നാൽ തന്നെ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുമെന്നും തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഭീഷണി സന്ദേശം വന്നതിന് പുറത്താണ് താൻ എന്നാൽ കിട്ടുന്ന വഴിക്ക് കോടതിയിൽ പോയി പൈസ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞത് എന്നാണ് സാജിദ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹവുമായി ഒരുമിച്ച് ഒരു കല്യാണത്തിലേക്ക് എന്തുകൊണ്ട് പോയില്ല എന്ന ചോദ്യത്തിനും അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും തൻ്റെ മക്കൾക്കും അത് സ്വീകാര്യമല്ല എന്നും, അതുപോലെ തന്നെ താൻ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും
അതും ഞാനും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുമായി ഒത്തുപോകില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ചത് എന്നാണ് ഷാജിദ പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഗുരുതരമായ ഒരു ആരോപണം സാജിദ സാജി ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. പണ്ട് ആവർത്തിച്ച് അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ട് പോയതായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്ന ആ മറ്റൊരു സ്ത്രീക്ക് ഈ പുരുഷൻ പണവും അതുപോലെ തന്നെ വാച്ചും വില കൂടിയ ഐഫോണും എല്ലാം തന്നെ സമ്മാനമായി നൽകിയെന്നും ആ സ്ത്രീയുടെ മോശമായതും നല്ലതുമായ ഒരുപാട് വീഡിയോ ക്ലിപ്പുകൾ തൻ്റെ കയ്യിലുണ്ട് എന്നും താൻ അതെല്ലാം പിന്നെ പ്രചരിപ്പിക്കുമെന്നും സാജിദ സാജിയോട് ആ വ്യക്തി തുറന്നു പറഞ്ഞു എന്നാണ് സാജിദ സാജി ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും ആ വീഡിയോയിൽ ബേഴ്സിനൊക്കെ ഈ പറയുന്ന വേറൊരു ജസ്ന വ്ളോഗ്സ് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്ന ഒരു ആളുണ്ട്. ഇങ്ങനെ എന്താ പറയാ, ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തി ഇയാളുമായിട്ട് ഭയങ്കര അടുപ്പുണ്ട്. അങ്ങനെ അവൾക്ക് 3 ലക്ഷം രൂപ എന്തോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറെ സാധനങ്ങൾ, ഫോണ്, വാച്ച്, ഇങ്ങനെയുള്ളത്. പിന്നെ നാട്ടിൽ വരുമ്പോൾ ഇവളായിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഇയാളെ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇയാളപ്പോ യൂട്യൂബേഴ്സിനെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഓരോ ഇങ്ങനെ ഭർത്താവ് ഇല്ലാത്ത ആൾക്കാരനെ സെലക്ട് ചെയ്തിട്ട് ഇയാള് പൈസ കൊണ്ട് കളിക്കുകയാണ്. അങ്ങനെയുള്ളത് സംഭവം ശരിക്കും റിയൽ ആയിട്ടുള്ള സ്നേഹമാണ് അല്ലാന്ന് എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇയാളെ കല്യാണം കഴിച്ചു പറഞ്ഞാൽ ഇയാൾ ഇതിലും വലിയ റൂഡാവും, എൻ്റെ യൂട്യൂബ് ചാനലും എനിക്ക് മക്കൾക്കും പ്രശ്നമാവും പറഞ്ഞിട്ടാണ് ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്തത്. അയാളുടെ സ്വഭാവം എനിക്ക് ക്യാരക്ടർ മനസ്സിലാക്കി. കാരണം ഒരു സൈക്കോ സൈസ് സംസാരം കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞാൻ അതവിടെ സ്റ്റോപ്പ് ആക്കിയത്. കാരണം വേറൊരു യൂട്യൂബറിന്റെ കൂടെ തല്ലുകൂടി പിരിഞ്ഞ് പ്രശ്നങ്ങളാക്കി അവളുടെ കുറെ വീഡിയോസ് ഉണ്ട്, വേറെ കുറെ വീഡിയോസ് അയാളുടെ കയ്യിലുണ്ട് എന്നൊക്കെ അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വേണ്ടാത്ത കുറെ വീഡിയോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എന്നോട് പറഞ്ഞു എൻ്റെയും വീഡിയോസ് ഒക്കെ മോർഫ് ചെയ്തിട്ടും ബാക്കിയുള്ളതും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇയാൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇത്. ആ സ്ത്രീ ഇതിന് മുന്നേ തന്നെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പരാതി സമർപ്പിക്കുകയും അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തതാണ്. എന്നാൽ ഈ ആരോപണം ഒരിക്കൽ കൂടി ഷാജിദ ഷാജി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചിരിക്കുകയാണ്. എന്താണ് സത്യാവസ്ഥ എന്നറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കും താല്പര്യം കാണും. അതുപോലെ തന്നെ എന്തിന് ഈ റൂഫ് എന്ന് പറയുന്ന ഈ പ്രവാസിയോട് പണം വാങ്ങി, ആ പണം കൊണ്ട് എന്തിന് സ്വർണം വാങ്ങി, ആ സ്വർണം വാങ്ങിയതിനു ശേഷം എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഏകദേശ രൂപം തീർച്ചയായിട്ടും നിങ്ങൾക്കും കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ ചില ക്യാരക്ടറുകൾ ഇങ്ങനെയാണ്, ഒരു കാരണവശാലും അവർ നമുക്ക് പിടുത്തം തരില്ല. 1 അല്ല 2 അല്ല 3. ഇപ്പോൾ ഈ ഒരു സിനിമ കഥ പോലത്തെ ഈ ഒരു കഥയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ 1, 2, 3 ആൾക്കാർ ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ഈ തിരക്കഥയിൽ പുറത്തു വരാൻ വേണ്ടിയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.